സാനിയ മനോമി, ഗുഡ് ഈവനിംഗ്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോയത്? രാവിലെ ചെടിയൊക്കെ നടുന്നത് കണ്ടിരുന്നു. അത് കണ്ട് സാനിയയ്ക്കും ആ ചെടി നടുന്നതിനൊക്കെയുള്ള ഒരു താല്പര്യം കൂടിയെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴെവിടെയാണ്? ഇപ്പോൾ സുജയ മൂത്തേടം പഞ്ചായത്തിലാണ്. ഏതായാലും ആദ്യമേ ഒരു കാര്യം പറയാം, ചെടി നടുന്നതിൽ വലിയ താല്പര്യം എനിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ മൂത്തേടം പഞ്ചായത്തിലെ സ്വീകരണ പരിപാടിയിലേക്ക് എത്തുകയാണ്. സ്വീകരണം തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം, ഞങ്ങളുടെ ഈവനിങ് ഷോ ആണ്. സ്വീകരണം തുടങ്ങുന്നതിന് മുൻപ് ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ വാർത്തയുടെ വിവരങ്ങളെ കുറിച്ചുള്ളതാണ്. വലിയ കവറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് കാണുന്നുണ്ട്. വെറും കാറല്ല, അമേരിക്കൻ കാർ. ആസ്തി വിവരങ്ങൾ സംബന്ധിച്ചുള്ളതൊന്നും രഹസ്യമല്ല. അത് ആ അഫിഡവിറ്റ് പരസ്യമായ ഒരു രേഖയാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. പക്ഷെ അത് വായിച്ചിട്ട് മനസ്സിലാകാത്തവരോ വായിച്ച് മനസ്സിലാക്കണ്ട എന്ന് കരുതിയവരോ ചില വ്യാജങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു കാറുണ്ടായിരുന്നു, ഞാൻ ആ കാറ് വിൽക്കുകയാണ് ചെയ്തത്. ഭാര്യയ്ക്കും ഒരു കാറുണ്ടായിരുന്നു. ഭാര്യയുടെ കാർ 10-12 വർഷം പഴക്കമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഭാര്യ ഒരു പുതിയ കാർ വാങ്ങി. അത് ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് വാങ്ങിയതാണ്. ആ വിവരവും അതിലുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന കാർ വിൽക്കുകയും ഭാര്യ ഒരു കാർ വാങ്ങുകയാണ് ചെയ്തത്. അത് ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതാണ്, എടപ്പള്ളി ശാഖയിൽ നിന്ന് വായ്പ എടുത്തതാണ്. ഇന്ത്യ രാജ്യത്ത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ഒരാൾക്കൊരു കാർ വാങ്ങാൻ അനുവാദമില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിനൊരു മറുപടിയില്ല. പിന്നെ ഈ കോൺഗ്രസ് സൈബർ സംസ്കാരരഹിതമായ വിദ്വേഷ പ്രചരണം നടത്തുന്ന കോൺഗ്രസ് സൈബർ പോരാളികളെന്നോ എന്താ വിശേഷിപ്പിക്കുന്നത്, അവരുടെ അനുവാദം വാങ്ങിക്കണം ബാങ്ക് ലോൺ എടുത്ത് കാറ് വാങ്ങാനെന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. അതൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയം പറയാനും വികസന കാര്യങ്ങൾ പറയാനും കിൽപ്പില്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ പ്രചരിപ്പിക്കും. അതിനൊക്കെ നമ്മളങ്ങ് അവഗണിക്കുകയോ അത് ക്ഷമിച്ചു കളയുകയോ ചെയ്യുന്നതാണ് ഉചിതം. അത് മാത്രമേ പറയാനുള്ളൂ. സാനിയ മനോമി, നിൽക്കുന്ന മൂത്തേടം പഞ്ചായത്തുണ്ടല്ലോ, ഇപ്പോൾ സാനിയ നിൽക്കുന്ന മൂത്തേടം പഞ്ചായത്തിൽ മറുപക്ഷത്തിന് കുറച്ച് കരുത്ത് കൂടുതലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് മൂത്തേടം മൊത്തത്തിലൊന്ന് തന്റെ ഇടമാക്കി മാറ്റാനാണോ സ്വരാജ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്? അങ്ങനെ തന്നെ വേണം കരുതാൻ. അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുകയാണ്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള പ്രവർത്തകരോടൊക്കെയും സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് നോക്കണം. കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവരും സ്വാഭാവികമായും ഇടത് പ്രവർത്തകരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ കണ്ടുകൊണ്ടാണ് പ്രചാരണം തുടരുന്നത്. സാനിയോ, അവർ ആ പ്രസംഗം കേൾക്കുകയായിരിക്കും, നമുക്കത് ശല്യപ്പെടുത്തണ്ട.